ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ എങ്ങനെയാണ് ബ്ലൈൻഡ് ബാഗും പേപ്പർ സ്ക്വിഷീസ് ഉണ്ടാക്കാന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ പേർക്കൊന്നും അറിയണ്ടാവില്ല എന്താണ് ബ്ലൈൻഡ് ബാഗ് എന്ന്. ബ്ലൈൻഡ് ബാഗ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഈ കൊറിയ, ചൈന, ജപ്പാൻ അവിടെയൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ബ്ലൈൻഡ് ബാഗ്. അപ്പോൾ അതിന്റെ DIY വേർഷനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഉപകാരം എന്നൊന്നും പറയാനില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറിനെ വരച്ചെടുക്കാം. പിന്നെ എപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് റേറിറ്റിയാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കൊറിയ, ചൈന, ജപ്പാൻ അവിടെയൊക്കെയാണ് ഈ സംഭവങ്ങൾ കിട്ടാന്ന്. അപ്പൊ നമ്മൾ ആ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഗിഫ്റ്റുകളുടെ ഒരു ലെവലാണ്, അതായത് നല്ല ഗിഫ്റ്റ്, കോമൺ ആയിട്ടുള്ള ഗിഫ്റ്റ്, കുഞ്ഞു ഗിഫ്റ്റ്, അങ്ങനെയുള്ള ഓരോ ലെവൽസിനെയാണ് ഈ റേറിറ്റി എന്ന് പറഞ്ഞിട്ട് പറയണത്. അപ്പൊ അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ വെച്ചിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ വരച്ച് വെച്ച ആ ക്യാരക്ടർ ഒന്ന് ഞാൻ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതിന്റെ മുകളിൽ കുറച്ച് ലൈനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനു ചോദിച്ചാൽ വെറുതെ. അപ്പൊ നമ്മുടെ ബ്ലൈൻഡ് ബാഗിന്റെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിലിടാനുള്ള സാധനങ്ങളാണ് റെഡിയാക്കുന്നത്. അതിന് നമ്മളൊരു പേപ്പറിൽ ആദ്യം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരച്ചിടുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ വേണമെന്ന് ഞാൻ ഒരിക്കലും പറയും. ക്വസ്റ്റ്യൻ മാർക്കാണ് ഉദ്ദേശിച്ചതെങ്കിലും കളർ അടിച്ച് വന്നപ്പോൾ ഏകദേശം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മാർക്കിന്റെ സൈഡിൽ കുറച്ച് ഡോട്ടുകളും കൂടി ഇട്ടാൽ ആ സംഭവം റെഡി. നമ്മളൊരു പേപ്പർ എടുത്ത് ഇതുപോലെ രണ്ടായി മടക്കുക. എന്നിട്ട് മടക്കിന്റെ ഒരു സൈഡിൽ യു ഗോട്ട് എന്ന് എഴുതുക, തൊട്ടപ്പുറത്തെ സൈഡിൽ റേറിറ്റിയിൽ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഞാനിവിടെ കോമൺ ആണ് എഴുതിയത്. അപ്പൊ ആ പരിപാടിയും കഴിഞ്ഞു. ഇനിയാണ് മെയിൻ പരിപാടി. അതെന്താ വെച്ചാൽ നമ്മുടെ സ്ക്വിഷി ഉണ്ടാക്കല്. അതിന് ഇതുപോലെ ഒരു ക്യാരക്ടർ വരച്ചെടുക്കുന്നുണ്ട്, അതൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയി കളർ ചെയ്ത ശേഷമാണ് നമ്മുടെ മെയിൻ പരിപാടി. മെയിൻ പരിപാടി എന്ന് പറയല്ലാണ്ട് മെയിൻ പരിപാടി എവിടെയെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇതാണ് ആ മെയിൻ പരിപാടി. എന്താന്ന് വെച്ചാൽ സെല്ലോട്ടേപ്പ് പൊട്ടിക്കും. ആദ്യം നമ്മൾ വരച്ച് വെച്ച ആ ക്യാരക്ടറും പിന്നെ ആ റേറിറ്റിയും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് ഒട്ടിക്കും. ഒന്നുകൂടി ക്ലിയർ ആയി പറയുകയാണെങ്കിൽ മുന്നിൽ ആ ക്യാരക്ടർ വരുന്ന രീതിയിലും ബാക്കിൽ റേറിറ്റി വരുന്ന രീതിയിലും മുകളിലത്തെ ഭാഗം മാത്രം വിട്ടിട്ട് മൂന്ന് സൈഡ് ഒന്ന് ഒട്ടിക്കും. ക്വസ്റ്റ്യൻ മാർക്കും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കും. ഇനി സ്ക്വിഷിക്ക് വേണ്ടി മൂന്ന് സൈഡിലും പേപ്പർ ഒട്ടിച്ചതിന് ശേഷം ഇത്തിരി കോട്ടൺ എടുത്ത് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഉള്ളിൽ. ഞാനിവിടെ കോട്ടൺ എടുക്കാൻ കുറച്ച് പിശുക്കിയ കൊണ്ട് അത്ര സ്ക്വിഷിയായി വന്നില്ല. സ്ക്വിഷിയിൽ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ അതിന്റെ മേലെ കൂടി സെല്ലോ ടേപ്പ് ഒട്ടിക്കണം, ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ട് ഒട്ടിക്കണം. എന്നിട്ട് ഈ സ്ക്വിഷിയിൽ നമ്മൾ ആദ്യം എഴുതി വെച്ച യു ഗോട്ട് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതും കൂടി ഈ ക്വസ്റ്റ്യൻ ബാഗിന്റെ ഉള്ളിൽ കിട്ടും. എന്നിട്ട് നമ്മുടെ ബ്ലൈൻഡ് ബാഗിന്റെ മുകളിൽ കൂടി സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് റെഡി. അപ്പൊ നമുക്ക് ബ്ലൈൻഡ് ബാഗിന്റെ അൺബോക്സിംഗ് കണ്ടാലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ് മറക്കണ്ട.